വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാഡമി. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NIOSലെ സീനിയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള അക്കൗണ്ടൻസി സബ്ജക്റ്റിലെ 14th ചാപ്റ്റർ ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിപ്രീസിയേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ വാട്ട് ഈസ് ഡിപ്രീസിയേഷൻ? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ ഈസ് എ ഡിക്രീസ് ഇൻ ദ ബുക്ക് വാല്യൂ ഫിക്സ്ഡ് അസറ്റ്സ്. അതായത് നമ്മുടെ ഫിക്സഡ് അസറ്റുകളിലെ ബുക്ക് വാല്യൂവിൽ വരുന്ന ഡിക്രീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതിന് മുമ്പ് ഡിപ്രീസിയേഷൻ ഇൻവോൾവ്സ് ലോസ് ഓഫ് വാല്യൂ ഓഫ് അസറ്റ്സ് ഡ്യൂ ടു ദ പാസേജ് ഓഫ് ടൈം ആൻഡ് ഒബ്സോളസെൻസ് എന്നാണ്. അഥവാ നമ്മുടെ ഫിക്സഡ് അസറ്റ് കാലക്രമേണ, അതായത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചോ അല്ലെങ്കിൽ സമയം പാസേജ് ഓഫ് ടൈമിന്റെ കാരണത്താലോ അതെല്ലാം എന്തെങ്കിലും ഒബ്സോളസെൻസ് കൊണ്ടോ, അതെന്താ നമുക്ക് വിശദീകരിക്കാം കേട്ടോ. അപ്പോൾ ഒബ്സോളസെൻസ് കൊണ്ടോ എന്ത് ചെയ്യാണ്, ഡിപ്രീഷിയബിൾ ആവണം. മീൻസ് അതിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്ത് വരുന്ന ആ ഒരു സംവിധാനത്തെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുന്നത്. ഡിപ്രീസിയേഷന്റെ കറക്റ്റ് മലയാളം മീനിങ് എന്ന് പറയുന്നത് തേയ്മാനം എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഡിപ്രീസിയേഷൻ നമുക്കറിയാം ഒരു എക്സ്പെൻസ് ആണ്, ഒരു എക്സ്പെൻസിന്റെ അണ്ടറിൽ വരുന്നതാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്, ഇതൊരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. അതായത് നമ്മളെ കയ്യിൽ ക്യാഷ് എടുത്ത് കൊടുത്തിട്ട് നമ്മൾ തീർക്കേണ്ട എക്സ്പെൻസ് അല്ല ഇത് നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഡെഫിനിഷൻ പോലെ നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ വേറൊരു കാര്യം കൂടി നമുക്ക് ഇതിന് മനസ്സിലായി. എന്താണ് ഇവിടെ ഇങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്, ഡിപ്രീസിയേഷൻ ഇസ് എ ഡിക്രീസ് ഇൻ ദ ബുക്ക് വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സ് അല്ലേ. ഫിക്സഡ് അസറ്റിന്റെ ബുക്ക് വാല്യൂവിൽ വരുന്ന ഡിക്രീസ് ആണ്. അപ്പൊ അതിൽ നിന്ന് വേറൊരു കാര്യം കൂടി നമുക്ക് കിട്ടി, എന്താണ്, കറന്റ് അസറ്റിനെ എന്ത് ബാധിക്കുന്നില്ല, ഡിപ്രീസിയേഷൻ ബാധിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗം നോക്കാം, കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷൻ വരാനുള്ള കാരണങ്ങൾ നോക്കാം. അതായത് നമ്മുടെ ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു വരാനുള്ള കാരണങ്ങൾ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് നോർമൽ വിയർ ആൻഡ് ടിയർ ആണ്. നോർമൽ, അതായത് സാധാരണഗതിയിലുള്ള നമ്മുടെ ഉപയോഗങ്ങളുടെ മൂലമാണെന്നാണ് പറയുന്നത്. സോ അതിന് 2 പോയിന്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഡ്യൂ ടു യൂസേജ് അല്ലെ, നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അതിന് കാലപ്പഴക്കം, അതായത് അത് നമ്മളൊരു പുതിയൊരു മെഷീനറി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ കാര്യക്ഷമത കുറഞ്ഞു വരുന്നുണ്ട് അല്ലേ. നമുക്ക് ഒരു വർഷം 10,000 പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ എന്താണ്, ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ചും അതിന്റെ കാര്യക്ഷമത കുറഞ്ഞു വരും അല്ലേ. നമുക്ക് 8,000 പറ്റത്തുള്ളൂ, പിന്നെ അടുത്ത വർഷം 1,000 പറ്റത്തുള്ളൂ അല്ലേ. അപ്പൊ ആ ഒരു കാര്യമാണ് ഇതിൽ പറയുന്നത്. പിന്നീട് ഡ്യൂ ടു പാസേജ് ഓഫ് ടൈം ആണ്, കാലക്രമേണ അല്ലെ. ഏതൊരു സാധനം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാലും കാലപ്പഴക്കത്തിനനുസരിച്ച് എന്ത് വരും, അതിന് പ്രശ്നങ്ങൾ വരും. പിന്നെ പറയുന്നതാണ് ഒബ്സോളസെൻസ് ആണ്, കാലഹരണപ്പെടൽ എന്നാണ് അതിന്റെ നമ്മൾ ഡയറക്റ്റ് മീനിങ് വരുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ഡ്യൂ ടു ദ ഡെവലപ്മെന്റ് ഓഫ് ഇംപ്രൂവ്ഡ് ഓർ സുപ്പീരിയർ എക്യുപ്മെന്റ് ആണ്. അതായത് നമ്മൾ കറന്റ് വാങ്ങിയിട്ടുള്ള മെഷീനറിയെക്കാട്ടിലും ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്താണ് മാർക്കറ്റിൽ പുതുതായിട്ട് വരികയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമുക്ക് അതിന്റെ വില കുറഞ്ഞു വരും അല്ലേ. നോർമലി നമ്മുടെ കയ്യിലുള്ള അസറ്റിന്റെ വാല്യൂ കുറയും അല്ലേ. നമ്മളൊരു ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ പുതിയൊരു ഫോൺ മാർക്കറ്റിൽ വന്നാൽ എന്ത് ചെയ്യും, ഇതിനെക്കാട്ടിലും ഫീച്ചേഴ്സ് ഉള്ള സാധനമാണ് എത്തിയിട്ടുള്ളതിന്റെ സ്വാഭാവികമായിട്ട് തന്നെ വില കുറയും അല്ലേ. അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ദ ഫാഷൻ സ്റ്റൈൽ ടേസ്റ്റ് ഓർ മാർക്കറ്റ് കണ്ടീഷൻ. അതായത് മാർക്കറ്റിന്റെ ടേസ്റ്റോ സ്റ്റൈലോ ഒക്കെ മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, പുതിയ മെഷീനറീസ് വരും, പുതിയ അസറ്റുകൾ വരും. അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കയ്യിലുള്ള അസറ്റിന്റെ വാല്യൂ നമ്മൾ കുറച്ച് കാണിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിപ്രീസിയേഷൻ. ഇനി നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മൾ കണക്കാക്കണമെന്നുണ്ടെങ്കിൽ അതിനെ അഫക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് വൺ, ഓക്കെ, നമുക്ക് ഡിപ്രീഷിയബിൾ അമൗണ്ട്, ഡിപ്രീഷിയബിൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണണം അല്ലേ. അപ്പൊ അതിനെ അഫക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ കോസ്റ്റ് ഓഫ് അസറ്റ് ആണ്. അല്ല, ആദ്യം നമുക്ക് കിട്ടേണ്ട കാര്യം എന്ന് പറയുന്നത് അസറ്റിന്റെ ചെലവ് എത്രയാണ്, ടോട്ടൽ ചെലവ് എത്രയാണ്. അപ്പൊ അതിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് അസറ്റ് ഈസ് ദ പർച്ചേസ് പ്രൈസ് ഓഫ് ദ അസറ്റ് ആൻഡ് ഇൻക്ലൂഡ്സ് ഓൾ സച്ച് എക്സ്പെൻസസ് വിച്ച് ആർ ഇൻകേർഡ് ബിഫോർ ഇറ്റ് ഈസ് ഫസ്റ്റ് പുട്ട് ടു യൂസ് എന്നാണ്. അഥവാ അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിന്റെ മേലിൽ എന്തൊക്കെ ചെലവുകൾ വന്നിട്ടുണ്ടോ അതിനെല്ലാം കൂടിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു സാധനം വാങ്ങിച്ചു, നമ്മൾ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കാം. നമ്മൾ മെഷീനറി വാങ്ങി, മെഷീനറിന്റെ രൂപ എത്രയാണ്, 5 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കാം. ഈ 5 ലക്ഷം രൂപ നമ്മൾ സാധനം വാങ്ങിച്ചു, നമ്മൾ ആ ഒരു വാങ്ങിച്ച സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്ഥാപനത്തിലോട്ട് സാധനം കൊണ്ടുവന്നു. നമുക്ക് എന്ത് വന്നു, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അവിടെ വന്നു. ഓക്കെ, ഒരു കാര്യം. ശേഷം ആ സാധനം ഇറക്കി വെക്കാൻ ആൾക്കാർ വേണം, അതിനെന്താ നമ്മൾ ലോഡിംഗ് ചാർജ് കൊടുക്കണം അല്ലേ. അത് ഇറക്കി വെച്ചതിന് ശേഷം എന്ത് ചെയ്യണം, അത് നമ്മുടെ സ്ഥാപനത്തിൽ അത് ഇൻസ്റ്റാൾ ചെയ്യണം, മീൻസ് ഫിറ്റ് ചെയ്യണം അല്ലേ. ഇൻസ്റ്റാളേഷൻ ചാർജ് വന്നു അല്ലേ. ഇങ്ങനെ 3 ചാർജുകൾ കൂടെ അതിൻ്റെ കൂടെ എക്സ്ട്രാ വന്നു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അതിന്റെ കോസ്റ്റ് ഓഫ് അസറ്റ് ആയിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധനം വാങ്ങിച്ച അമൗണ്ട് പ്ലസ് ഈ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പ്ലസ് ലോഡിംഗ് ചാർജ് പ്ലസ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ ചാർജ്, ഇതെല്ലാം കൂടി കൂട്ടിയതാണ് എന്ത്, നമ്മുടെ കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. അതാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ മെഷീനറി യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എത്രയൊക്കെ ചിലവ് വന്നിട്ടുണ്ടോ അതെല്ലാം ഇവിടെ ആഡ് ചെയ്തിട്ടാണ് കോസ്റ്റ് ഓഫ് അസറ്റ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ അസറ്റ്. നമ്മൾ പിന്നെ ചെയ്യുന്നത് ഈ ഒരു
ഒരു എസ്റ്റിമേഷൻ ആണ്. മീൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, യൂസ്ഫുൾ ലൈഫ് ഈസ് എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ഫോർ വിച്ച് ഇസ് അസറ്റ് വിൽ റിമെയിൻ ഇൻ യൂസ്. അത് നമ്മളിത് എത്ര കാലം ഉപയോഗിക്കും എന്നുള്ളത് നമ്മളൊന്ന് കണക്ക് കൂട്ടുകയാണ്, ഒരു എസ്റ്റിമേഷൻ ആണ്. ഓക്കെ, അതിനെയാണ്, അതായത് ഈ ഒരു മിഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇതൊരു 5 കൊല്ലം നമുക്ക് ഇത് റൺ ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ എന്നിട്ട് 10 കൊല്ലം നമുക്ക് റൺ ചെയ്യിപ്പിക്കാം പോലുള്ള ഒരു എസ്റ്റിമേഷൻ ആണ്. അതായത് യൂസ്ഫുൾ ലൈഫ് ഓഫ് അസറ്റ്, ഈ അസറ്റ് എത്ര കാലത്തോളം നമ്മൾ യൂസ് ചെയ്യുമെന്നുള്ളതാണ്. പക്ഷേ സ്ക്രാപ്പ് വാല്യൂ ആണ്. ഇനി നമ്മളിത് ആ യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് വിൽക്കുന്ന സമയത്ത് അതിന് കിട്ടുന്ന ആക്രി വില, സ്ക്രാപ്പ് വില എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്രി വില എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് അത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പൈസ എത്രയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ ഫോർത്ത് വൺ, ഡിപ്രീഷിയബിൾ വാല്യൂ ഓഫ് ദ അസറ്റ്. അതായത് നമ്മൾ ഡിപ്രീഷിയബിൾ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രീസിയേഷൻ കാണേണ്ട വാല്യൂ ആണ്. അഥവാ അതിൽ ആ ഒരു വാല്യൂ എന്നായിരിക്കും നമ്മൾ മൈനസ് ചെയ്യുന്നത്. മീൻസ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന സംവിധാനം മൈനസ് ചെയ്യുന്നത് ആ വാല്യൂ എന്നായിരിക്കും. അപ്പോൾ ആ വാല്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രീഷിയബിൾ വാല്യൂ ഈസ് ദ കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് ദ സ്ക്രാപ്പ് വാല്യൂ. അതായത് കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ, അതായത് അത് ചിലവായിട്ടുള്ള ടോട്ടൽ ചിലവ് മൈനസ് അത് വിറ്റാൽ നമുക്ക് കിട്ടുന്ന സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും എന്ത്, അതിൻ്റെ ഡിപ്രീഷിയബിൾ വാല്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങളാണ് നമ്മുടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്ന മെയിൻ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഒരു ഇല്ലസ്ട്രേഷൻ നോക്കാം. ആ ജനറേറ്റർ വാസ് പർച്ചേസ്ഡ് ഫോർ 5 lakh and 1,500 was paid for the crane for its loading on the truck. ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ എന്ത് ചെയ്തു, 5 ലക്ഷം രൂപയ്ക്ക് ഒരു സാധനം പർച്ചേസ് ചെയ്തു. അത് 1,500 രൂപ എന്ത് വന്നു, ക്രെയിനിലോട്ട് ക്രെയിൻ ഉപയോഗിച്ച് ട്രക്കിലോട്ട് ലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യുന്നു, ലോഡിംഗ് ചാർജ് ആയിട്ട് 1,500 രൂപ വന്നു. And 7,000 was paid on transporting the generator to the factory. 7,000 രൂപ നമുക്ക് എന്ത് വന്നു, നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വന്നു അല്ലേ. അപ്പോൾ 7,000 എന്ത് വന്നു, നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വന്നു. നെക്സ്റ്റ് 2,000 was spent on its unloading at the factory side. അൺലോഡ് ചെയ്യാൻ വേണ്ടി അല്ലേ, നമുക്ക് ഇറക്കി വെക്കാൻ വേണ്ടി 2,000 രൂപ വേണ്ടി ചിലവായി. അപ്പോൾ ലോഡിംഗ് ചാർജ് വന്നു, അൺലോഡിംഗ് ചാർജ് വന്നു, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വന്നു. ശേഷം the generator was estimated to run 10 years and thereafter it would be saleable for 60,000. Calculate the depreciable value of the generator. ഈ ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ സാധനം വാങ്ങിച്ചിട്ടുണ്ട്, അതിനോടനുബന്ധമായിട്ട് കുറച്ച് ചിലവുകൾ നമ്മൾ വന്നു ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതായിട്ട്, അതായത് ഫസ്റ്റ് യൂസ് ചെയ്യുന്നതായിട്ട്. ശേഷം അതിൻ്റെ നമ്മുടെ യൂസ്ഫുൾ ലൈഫ് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് സെയിൽ ചെയ്താൽ കിട്ടും നമുക്ക് സ്ക്രാപ്പ് വാല്യൂ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഡിപ്രീഷിയബിൾ വാല്യൂ അല്ലേ, നമുക്ക് ഡിപ്രീസിയേഷൻ കാണേണ്ട ആ വാല്യൂ എത്രയാണ് എന്നുള്ളതാണ് നമ്മളോട് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ കാണേണ്ട കാര്യം എന്താണ്, ഇതിന്റെ കോസ്റ്റ് ഓഫ് അസറ്റ് ആണ് അല്ലേ. ഇതിന്റെ കോസ്റ്റ് ഓഫ് അസറ്റ് നമ്മൾ കാണണം. സോ കോസ്റ്റ് ഓഫ് അസറ്റിൽ നമ്മൾ എന്തൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം, ഫസ്റ്റ് നമ്മൾ കാണുന്നത് എന്താണ്, കോസ്റ്റ് ഓഫ് അസറ്റ് അല്ലേ. ഫസ്റ്റ് നമ്മൾ കോസ്റ്റ് ഓഫ് അസറ്റ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് അസറ്റിൽ നമുക്കറിയാം എന്തൊക്കെ ഉൾപ്പെടുത്തണം, ആദ്യം ഇത് ഉപയോഗിക്കുന്നത് വരെയുള്ള എല്ലാ ചിലവുകളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തണം അല്ലേ. അപ്പോൾ നമുക്ക് ഈ 5 ലക്ഷം പ്ലസ് 1,500 പ്ലസ് 1,500 എന്തായിരുന്നു, നമുക്ക് ട്രക്കിലോട്ട് ലോഡ് ചെയ്യാൻ വന്ന ചിലവായിരുന്നു. പ്ലസ് എന്താണ് 7,000 ഉണ്ട്, 7,000 എന്താണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വന്നതാണ്. പ്ലസ് 2,000 ഉണ്ട്, 2,000 എന്താണ് അൺലോഡിംഗ് ഫീ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്, നമ്മുടെ കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത് അല്ലേ, എല്ലാ ചാർജുകളും വന്നത്. ശേഷം യൂസ്ഫുൾ ലൈഫ് ഓഫ് അസറ്റ്, അത് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ഇവിടെ 10 years നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നോർമലി ക്വസ്റ്റ്യൻ തന്നെ തരുന്ന കാര്യമാണ്. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ ഇവിടെ കണ്ടോ, thereafter it would be saleable. അതായത് നമ്മൾ പറഞ്ഞു യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞിട്ട് നമ്മൾ അത് സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എന്ത്, സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് അല്ലേ. അതാണ് സെയിലബിൾ. എത്രയാണ്, 60,000 രൂപയ്ക്ക് നമുക്ക് അത് സെയിൽ ചെയ്യാൻ പറ്റും. സോ അത് നമുക്ക് സ്ക്രാപ്പ് വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഡിപ്രീഷിയബിൾ എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡിപ്രീഷിയബിൾ എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്കറിയാം ഇവിടെ എന്തുണ്ട്, ഡിപ്രീഷിയബിൾ വാല്യൂ ഇസ് ദ കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് ദ സ്ക്രാപ്പ് വാല്യൂ അല്ലേ. കോസ്റ്റ് ഓഫ് അസറ്റ് സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് നമ്മൾ അല്ലേ. അപ്പോൾ നമുക്ക് അതിന് ആൻസർ നോക്കാം. ഓക്കെ, അപ്പോൾ അത് കണ്ടോ, ദ കോസ്റ്റ് ഓഫ് ദ അസറ്റ് ഈസ് ആണോ പർച്ചേസ് പ്രൈസ് പ്ലസ് എക്സ്പെൻസ് ലോഡിംഗ് ട്രാൻസ്പോർട്ടേഷൻ ആണ്, എല്ലാം കൂടി നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, 5,10,500 എന്നുള്ളതാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ് കിട്ടുന്നത്. ദ യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ ജനറേഷൻ ഈസ് 10 years ആൻഡ് ദ ഡിപ്രീഷിയബിൾ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, അപ്പോൾ കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ, അഥവാ നമ്മുടെ 5,10,500 മൈനസ് 60,000, 4,50,000 ആണ് എന്ത് നമ്മളുടെ ഡിപ്രീഷിയബിൾ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഒരു കംപ്ലീറ്റ് ക്ലാസ്സസ് നമുക്ക് നാഷണൽ അക്കാഡമി ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ താഴെ കാണുന്ന നമ്പറിലും നാഷണൽ അക്കാഡമി ടീമുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കംപ്ലീറ്റ് ക്ലാസ് വിത്ത് നോട്ട്, അതുപോലെ തന്നെ അതിൻ്റെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മുഴുവൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ലഭ്യമാണ് അതിൽ. ഓക്കെ, സോ നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഈ ക്ലാസ്സിൻ്റെ കംപ്ലീറ്റ് ഭാഗം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് നാഷണൽ അക്കാഡമി ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.